കോട്ടയം റബട്ടോൺ റൗണ്ട് ടേബിൾ നമ്പർ 121 ഇന്ത്യ ഒട്ടാകെ റൗണ്ട് ടേബിൾ ഇന്ത്യയുടെ ഭാഗമാണ്. ഞങ്ങളൊരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഇന്ത്യ റൗണ്ട് ടേബിൾ ഇന്റർനാഷണൽ എന്നാണ് അറിയപ്പെടുന്നത്. 18 നും 40 വയസ്സിനും മധ്യേ പ്രായമുള്ള യുവാക്കളുടെ ഒരു സംഘടനയാണ് ഇത്. ജാതി, മത, രാഷ്ട്രഭേദമേന്യുള്ള സംഘടനയാണ്. അഡോപ്റ്റ്, അഡാപ്റ്റ്, ഇംപ്രൂവ് എന്ന മോട്ടോയിൽ പ്രവർത്തിച്ച് വ്യക്തിവികസനം, സൗഹൃദം, സാമൂഹ്യ സേവനം എന്നിവയിൽ ഊന്നൽ നൽകുന്നു. റൗണ്ട് ടേബിൾ 81 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രേറ്റ് ബ്രിട്ടനിലാണ് ആരംഭിച്ചത്. അന്ന് റൊട്ടേറിയൻ ലൂയി മാച്ചേസി ആണ് 1927 ഇംഗ്ലണ്ട് നോർവിച്ചിൽ ആദ്യത്തെ റൗണ്ട് ടേബിൾ ആരംഭിക്കുന്നത്. 8 മെമ്പർമാരായി നിന്നും തുടങ്ങിയ റൗണ്ട് ടേബിൾ ഇന്ന് 43,000 മെമ്പേഴ്സായി 52 രാജ്യങ്ങൾ കൂടി ലോകത്തിലെ എല്ലാ കോണിലും എത്തിച്ചേരുന്നു. 1957 മദ്രാസ് റൗണ്ട് ടേബിൾ നമ്പർ 1 ആണ് ഇന്ത്യയിലെ ആദ്യമായി റൗണ്ട് ടേബിൾ രൂപീകരിച്ചത്. ഓരോ റൗണ്ട് ടേബിൾ എന്നും മെമ്പേഴ്സ് ടേബിളേഴ്സ് എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ റൗണ്ട് ടേബിൾ ഇന്ത്യയിലെ 160 റൗണ്ട് ടേബിളുകളും 72 സിറ്റികളിലും ടൗണുകളുമായി 2500 പരം മെമ്പേഴ്സ് ഉണ്ട്. റൗണ്ട് ടേബിൾ ഇന്ത്യ 10 ഏരിയയുണ്ട്. ഒരു ഏരിയയിലും 15 തൊട്ട് 20 ടേബിൾസും ഉണ്ട്. നമ്മൾ കോട്ടയം ഏരിയ 1ൽ പെടുന്നു. അത് കേരളയിൽ കുറച്ച് തമിഴ്നാടും പെടുന്നു. റൗണ്ട് ടേബിൾ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന പേരിൽ പ്രവർത്തിച്ചു എന്ന ട്രസ്റ്റിൽ നിന്നാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട്സ് എത്തുന്നത്. ഏകദേശം 2 കോടി രൂപയാണ് റൗണ്ട് ടേബിൾ ഇന്ത്യ ഫൗണ്ടേഷനിലെ ഇന്നത്തെ റിസർവ് ഫണ്ട്സ്. ലേഡീസ് സർക്കിൾ ഇന്ത്യ എന്ന പേരിലാണ് ടേബിളേഴ്സിന്റെ ഭാര്യമാരുടെ അസോസിയേഷൻ. ഞങ്ങളുടെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സഹായകമാകും. നല്ലവരായ ആൾക്കാരുടെ സംഭാവനകളും ഗ്രീറ്റിംഗ് കാർഡ്സിന്റെ സെയിലുകളിലൂടെയും റൗണ്ട് ടേബിൾ ഇന്ത്യ ഫൗണ്ടേഷന്റെ ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് സർവീസ് ത്രൂ ഫെലോഷിപ്പ് എന്നാണ് റൗണ്ട് ടേബിൾ ഇന്ത്യയുടെ ആപ്തവാക്യം. കഴിഞ്ഞ 51 വർഷങ്ങളായി റൗണ്ട് ടേബിൾ ഇന്ത്യ ഓരോ വർഷവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടുവരും. അതിൽ പ്രധാനപ്പെട്ടവർ രാജ്യമെമ്പാടുമുള്ള ബ്ലഡ് ഡോണേഴ്സിന്റെ 30,000 പേരുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ തേഴ്സ്റ്റ് എന്ന പേരിൽ 500 കുഴൽക്കിണറുകൾ ഗ്രാമീണ കുടിവെള്ള ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായി എയ്ഡ്സ് ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തി. പ്രോജക്ട് സ്മൈൽ എന്ന പേരിൽ 3 ലക്ഷം ഗ്രാമീണ കുട്ടികൾക്ക് ഡെന്റൽ ക്യാമ്പ് നടത്തി. റൈറ്റ് ടു ലേൺ എന്ന പേരിൽ 7 കോടി രൂപ മുതൽ മുടക്കി 2 ലക്ഷം ദരിദ്രരായ കുട്ടികൾക്ക് പഠിക്കുന്ന 150 സ്കൂൾ കെട്ടിടങ്ങൾ രാജ്യമെമ്പാടും നിർമ്മിച്ചിട്ടുണ്ട്. പ്രോജക്ട് ടച്ച് എന്ന പേരിൽ 2000 അനാഥ കുട്ടികളെ റൗണ്ട് ടേബിൾ ദത്തെടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 60 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ 6 കോടി കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ പോയിട്ടില്ല. ഇതൊരു ശാപമായി തുടരുകയും പോവർട്ടിയും ചൈൽഡ് ലേബറും കൂടിക്കൊണ്ടുവരികയും ചെയ്തിരുന്ന ഈ സാഹചര്യത്തിൽ ഫ്രീഡം ത്രൂ എഡ്യൂക്കേഷൻ എന്ന പേരിൽ ലോങ് ടേം പ്രോജക്ട് 1999 റൗണ്ട് ടേബിൾ ഇന്ത്യ രൂപീകരിച്ചു. നിർദ്ധരായ കുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ നിർമ്മിക്കുകയും പഠന സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഇതാണ് ഇതിന്റെ ഉദ്ദേശം. കഴിഞ്ഞ 10 വർഷമായി 50 കോടി രൂപ മുടക്കി 700 പ്രോജക്റ്റുകൾ റൗണ്ട് ടേബിൾ ഇന്ത്യ തീർത്തു കഴിഞ്ഞു. റൗണ്ട് ടേബിൾ ഇന്ത്യ പല സംസ്ഥാന ഗവൺമെന്റുകളുമായി കൂടിച്ചേർന്ന് ഗ്രാമത്തിൽ സ്കൂളുകൾ നിർമ്മിച്ചു വരുന്നു. റൗണ്ട് ടേബിൾ നെതർലാൻഡ്സ് ഫ്രീഡം ത്രൂ എഡ്യൂക്കേഷൻ എന്ന ഈ പ്രോജക്ടിന്റെ പ്രവർത്തനം കണ്ടിട്ട് അവരുടെ നാഷണൽ പ്രോജക്റ്റായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. നെതർലാൻഡ്സ് റൗണ്ട് ടേബിളിന്റെ സഹായത്തോടെ 30-ൽ പരം സ്കൂളുകൾ റൗണ്ട് ടേബിൾ ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററിന്റെ കാർഗിൽ ഫണ്ടിലേക്ക്
റൗണ്ട് ടേബിൾ 51 ലക്ഷം രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. 1991 ഒറീസ സൈക്ലോൺ റിലീഫ് വർക്ക് നടത്തുകയും 20 ലക്ഷം രൂപ മുടക്കി 4 സ്കൂൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നെതർലൻഡ്സ് റൗണ്ട് ടേബിളുമായി ചേർന്ന് 1.25 കോടി രൂപ മുടക്കി 15 സ്കൂളും ഒറീസകൾ നിർമ്മിച്ചു. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ റൗണ്ട് ടേബിളിൽ ഇന്ത്യ റിലീഫ് മെറ്റീരിയൽസ് എത്തിക്കുകയും 2.5 കോടി രൂപ മുടക്കുകയും 20 സ്കൂൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. സുനാമി മൂലം നഷ്ടം ഉണ്ടായ സ്ഥലങ്ങളിൽ 5 കോടി രൂപ മുടക്കി സ്കൂളുകൾ നിർമ്മിക്കുകയും 500 ബോട്ടുകൾ ഫ്രീ ആയിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ബീഹാറിൽ ഒറീസയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ 50 ലക്ഷം രൂപ വരെയുള്ള റിലീഫ് മെറ്റീരിയൽ റൗണ്ട് ടേബിൾ നേതൃത്വത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശരാശരി 40,000 രൂപയാണ് ഒരു ടേബിൾ ഒരു വർഷം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി സംഭാവന നൽകിയിരിക്കുന്നത്. കോട്ടയം റബ്ബർ ടൗൺ റൗണ്ട് ടേബിൾ നമ്പർ 1-1 കഴിഞ്ഞ 17 വർഷമായി രുചിഭേദങ്ങളും മേളയായ ഫുഡ് ഫെസ്റ്റ് ഈ മൈതാനത്ത് തന്നെ നടത്തിക്കൊണ്ടുവരുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കൊണ്ട് പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി തിരുവാതിക്കൽ 70 ലക്ഷം രൂപ മുടക്കി സ്പർശ് റൗണ്ട് ടേബിൾ സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ 42 കുട്ടികൾ സ്പർശ് റൗണ്ട് ടേബിൾ സ്കൂളിൽ പഠിക്കുന്നു. ഇവിടെ പഠിച്ച പല കുട്ടികളും റെഗുലർ സ്കൂളിൽ തിരികെ പഠിക്കുകയും ബോർഡ് പരീക്ഷ പാസ്സാവുകയും ചെയ്ത് എന്ന് പറയുന്നതിൽ ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട്. ഇലക്ട്രിസിറ്റിക്ക് എതിരായി റൗണ്ട് ടേബിൾ ഇന്ത്യ ഇന്നും പൊരുതിക്കൊണ്ടിരിക്കുന്നു. കാരണം 3 വയസ്സിനും 10 വയസ്സിനും ഇടയുള്ള 6 കോടി കുട്ടികൾക്ക് പ്രാരംഭ വിദ്യാഭ്യാസം ഇന്നും നൽകാനാണ്. അവരാണ് നമ്മുടെ രാജ്യത്തെ ഭാവി പൗരന്മാർ. റൗണ്ട് ടേബിൾ ഇന്ത്യ നിങ്ങളുടെ ഓരോരുത്തരോടും ഫ്രീഡം ത്രൂ എഡ്യൂക്കേഷൻ എന്ന സമരത്തിൽ പങ്കുചേരുവാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് ഇവിടെ ഈ അവസരം തന്ന ദർശന കൾച്ചറൽ സൊസൈറ്റിയുടെയും ഡ്രീം സെറ്റേഴ്സിനോടുമുള്ള കടപ്പാടും നന്ദിയും ഈ അവസരം രേഖപ്പെടുത്തി ഞാൻ നിർത്തുന്നു. നന്ദി.